ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഒരു അരിത്തമെറ്റിക്സിൻ്റെ 5 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ വീഡിയോ. ഫസ്റ്റ് ചോദ്യത്തിലോട്ട് പോകാം. ദ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈസ് 48 cm, whose side is 20% more than the length of rectangle. If perimeter of the rectangle is 34 cm, then find the area of rectangle. അപ്പോൾ ഇപ്പോൾ സിമ്പിൾ ചോദ്യമാണ്. ആദ്യം തന്നെ പെരിമീറ്റർ ഓഫ് സ്ക്വയർ 48 എന്ന് പറയുന്നുണ്ട്. അപ്പം എന്നിട്ട് എന്താണ്, ആ സ്ക്വയറിൻ്റെ ഒരു സൈഡെന്ന് പറയുന്നത് റെക്റ്റാങ്കിളിൻ്റെ ലെന്തിനേക്കാൾ 20% കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ നമുക്കറിയാം, ഫോർമുല 4a ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 48. ഇതിൽ നിന്ന് എ കണ്ടുപിടിക്കാം. എ ഈസ് ഈക്വൽ ടു നമുക്ക് 12 എന്ന് കിട്ടും. എ 12 ആണ്. ഈ 12 എന്ന് പറയുന്നത് റെക്റ്റാങ്കിളിൻ്റെ ലെന്തിനേക്കാൾ 20% കൂടുതലാണ്. അപ്പം റെക്റ്റാങ്കിളിൻ്റെ ലെന്ത് കണ്ടുപിടിക്കാം. ലെന്ത് ഈസ് ഈക്വൽ ടു എന്താണ്? ഈ 12നേക്കാൾ 20% കൂടുതൽ, അതായത് ലെന്ത് ഈസ് ഈക്വൽ ടു അന്നേരം എത്ര വരും? 100/120 ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇതും ക്യാൻസൽ ചെയ്ത് 12 ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടും? 10. അപ്പോൾ 10 ആണ് നമ്മുടെ ലെന്ത്. ഇനി ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാൻ അവർ തന്നെ ക്വസ്റ്റ്യനിൽ ഒരു ക്ലൂ തരുന്നുണ്ട്. എന്താണ്? പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ 34 ആണെന്ന്. പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിളിൻ്റെ ഫോർമുല നമുക്കറിയാം, 2 × L+B ആണ്. 2 × L+B ഈസ് ഈക്വൽ ടു 34. 2ഉം 34ഉം ക്യാൻസൽ ചെയ്താൽ ഇവിടെ 17. ഇതിൽ നിന്ന് L നമുക്കറിയാം, ലെന്ത് നമുക്കിപ്പോൾ കിട്ടി 10. 10 + B ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 17. ഇതിൽ നിന്ന് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 7 എന്ന് കിട്ടും. അപ്പോൾ ബ്രെഡ്ത്തും കിട്ടി, ലെന്തും കിട്ടി. ലെന്തും ബ്രെഡ്ത്തും കിട്ടിയാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഈസ് ഈക്വൽ ടു L × B. അപ്പോൾ അതായത് 10 × 7. 10 × 7 എത്രയാണ്? 70 cm². ഓക്കെ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? എ ഇൻവെസ്റ്റ് ₹1,200 ഓൺ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് at 15% per annum for 2 years and ₹X on simple interest at 10% per annum for 3 years. If the difference between simple interest and compound interest is ₹48, then find the value of X. അപ്പോൾ ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റും ഉണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ഉണ്ട്. ആദ്യം തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. 1200 രൂപ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ 15% പെർ ആനത്തിൽ 2 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ 2 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടുപിടിക്കാം. 2 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആദ്യത്തെ വർഷം എത്രയായിരുന്നു? 15 ആയിരുന്നു അല്ലേ? അപ്പോൾ ആദ്യത്തെ വർഷം 15 തന്നെ ആയിരിക്കും. രണ്ടാമത്തെ വർഷമാണ് ചേഞ്ച് വരുന്നത്. 15ൻ്റെ കൂടെ 15% കൂടെ വരും. അപ്പോൾ 15 × 15 /100 കൂടെ വരുന്നു. അപ്പോൾ ഇത് നമ്മൾ ചെറുതാക്കുമ്പോൾ ഇവിടെ 3, ഇവിടെ 20, വീണ്ടും 3 കൊണ്ട് ചെയ്യുമ്പോൾ 3 4 എന്ന് വരുന്നു. അതായത് നമുക്കിവിടെ 15 + 15 30യും പിന്നെ ഒരു 3 × 3 9/4 എന്നാണ് കിട്ടുന്നത്. അതായത് എത്രയാണ്? പ്ലസ് 2.25 അല്ലേ? 2.25 എന്ന് വരും. അതായത് ടോട്ടൽ എത്രയാണ് വരുന്നത്? 32.25%. ഓക്കെ, ഇനി എന്താ പറയുന്നത്? അപ്പം ഇനി അതിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 2 വർഷത്തേക്കുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. 1,200 × 32.25/100. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും. 0 ക്യാൻസലായി. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 12 × 32.25 എന്ന് കിട്ടുന്നു. ഓക്കെ, 32.25. ഇനി നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാമല്ലോ. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു ₹X ഇട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. X × 10/100 എത്ര വർഷത്തേക്കാണ് ഇട്ടിരിക്കുന്നത്? 3 വർഷത്തേക്ക് ഇട്ടിരിക്കുന്നു. അപ്പോൾ 0 ക്യാൻസൽ. ബാക്കിയുള്ളത് എന്താണ്? 3x/10. ഈ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും ഡിഫറൻസ് ആണ് 48 എന്ന് നമുക്ക് തന്നിരിക്കുന്നത്. അതായത് 12 × 32 ആൻഡ് 2/5 നമുക്ക് എങ്ങനെ എഴുതാം? 32 + 1/4 എന്നാക്കാം. ഇൻറ്റു ഡിഫറൻസ് 3x/10. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയാണ്? 48 എന്ന് കിട്ടുന്നു. ഇതിനൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ എക്സ് ഉള്ള ടൈമിനെ അപ്പുറത്തോട്ടും 48നെ ഇപ്പുറത്തോട്ടും കൊണ്ടുവരുന്നു. അപ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്? 12 × 32 + 1/4 - 48 ഈസ് ഈക്വൽ ടു 3x/10. ഇതിൽ ഈ 3 എടുത്ത് ഞാൻ ഇവിടെ എല്ലാം വെച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ ഇവിടെ എനിക്ക് 4, ഇവിടെ എനിക്ക് എത്രയാണ്? 16 കിട്ടും. ഓക്കെ, ബാക്കി ഞാൻ ഇപ്പുറത്തോട്ട് ചെയ്യുകയാണ്.
ഓക്കെ, നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് 4 × 32 പ്ലസ് 1/4 -16 ഈസ് ഈക്വൽ ടു x/10 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി 4 അകത്ത് കയറ്റുമ്പോൾ എത്ര കിട്ടുന്നത്? 128 പ്ലസ് 4 അകത്ത് കയറ്റുമ്പോൾ 1 -16 ഈസ് ഈക്വൽ ടു x/10. അപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 130 അല്ലേ, ഈസ് ഈക്വൽ ടു x/10. ദാറ്റ് ഈസ് x ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടുന്നു? 1130 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ദ ടൈം ടേക്കൺ ബൈ എ ബോട്ട് ടു കവർ 117.6 കിലോമീറ്റർ ഡൗൺ സ്ട്രീം ഇൻ 2 hours 48 minutes and ratio of speed of stream to speed of boat in still water is 5:7. Find the time taken by the boat to cover 66.5 kilometer in upstream. നല്ലൊരു ചോദ്യമാണ്. ഓക്കെ, ബോട്ട് ആൻഡ് സ്ട്രീമിലുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു റേഷ്യോയെ പറ്റി പറയുന്നുണ്ട് അല്ലേ. 5:7 എന്ന് പറയുന്ന ഒരു റേഷ്യോയെ പറ്റി അവർ പറയുന്നുണ്ട്. ആ റേഷ്യോ എന്താണ് പറയുന്നത്? സ്ട്രീമിൻ്റെ സ്പീഡ് ടു ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എന്നാണ് പറയുന്നത്. സ്ട്രീമിൻ്റെ സ്പീഡ് ഈസ് ടു എന്താണ്? ബോട്ടിൻ്റെ സ്പീഡ് ഇൻ സ്റ്റിൽ വാട്ടർ. അതാണ് 5:7 എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആ സ്ട്രീമിൻ്റെ സ്പീഡ് റേഷ്യോ കണ്ടുപിടിക്കാം. സ്പീഡ് റേഷ്യോ ഇപ്പോൾ ഇത് രണ്ടും 7ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 കിട്ടും. അതേപോലെ ഡൗൺ സ്ട്രീം സ്പീഡിൻ്റെ റേഷ്യോയും കണ്ടുപിടിക്കാം. 7 + 5 ചെയ്താൽ മതി അല്ലേ. ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 12 കിട്ടും. ഇനി ഓൾറെഡി അവർ നമുക്ക് ഈ ഡൗൺ സ്ട്രീം സ്പീഡ് കണ്ടുപിടിക്കാൻ ഒരു ക്ലൂ അവിടെ തന്നിട്ടുണ്ട്. എന്താണ്? ഡൗൺ സ്ട്രീം സ്പീഡിൽ സഞ്ചരിച്ച ദൂരവും ടൈമും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡൗൺ സ്ട്രീം സ്പീഡ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 117.6 കിലോമീറ്റർ ദൂരം 2 hours 48 minutes സഞ്ചരിച്ചു എന്നവർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഡൗൺ സ്ട്രീം സ്പീഡ് കണ്ടുപിടിക്കാം. 48 minutes എന്ന് പറഞ്ഞാൽ അതിനെ അവർ ആക്കുമ്പോൾ 48/60, അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്. ഇതിനെ രണ്ടിനെയും 12 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 12 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ അടിയിൽ 5ഉം ഇവിടെ എത്രയാണ്? 4ഉം കിട്ടും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 117.6 ബൈ അടിയിൽ 10 + 4 14, അടിയിലൊരു 5 വരും. അതിനെ റെസിപ്രോക്കൽ എടുത്ത് മുകളിൽ കൊടുക്കുമ്പോൾ 5 ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇത് നമ്മുടെ യഥാർത്ഥ ഡൗൺ സ്ട്രീം സ്പീഡാണ്. പക്ഷേ നമ്മുടെ റേഷ്യോയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡൗൺ സ്ട്രീം സ്പീഡ് എത്രയാണ്? 12. അപ്പോൾ ആ 12ഉം ഇതുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്തിട്ട് കോൺസ്റ്റൻറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാം. 117.6 × 5/40. അപ്പം 12ഉം ഇതുമായിട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 9.8 എന്ന് കിട്ടും അല്ലേ. ഇനി 14ഉം 9.8 ക്യാൻസൽ ചെയ്താൽ എത്രയാണ് കിട്ടുന്നത്? 0.7 എന്ന് ഇവിടെ വരും, ഇവിടെ 7 എന്നും വരും. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 7 ഇതും കൂടെ ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി നമുക്ക് എത്ര കിട്ടും? 3.5 എന്ന് കിട്ടും അല്ലേ. 3.5. അപ്പം ഇതാണ് നമ്മുടെ കോൺസ്റ്റൻറ്റ് വാല്യൂ. 3.5 ആണ് നമ്മുടെ കോൺസ്റ്റൻറ്റ് വാല്യൂ. അപ്പം ഇനി നമുക്ക് റേഷ്യോ, നമ്മൾ അപ്സ്ട്രീം സ്പീഡിൻ്റെ റേഷ്യോ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 2. ആ 2വിന് നമുക്ക് ഈ റേഷ്യോ കോൺസ്റ്റൻ്റ് ആയ 3.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് യഥാർത്ഥ എന്ത് കിട്ടും? അപ്സ്ട്രീം സ്പീഡ് കിട്ടും, വിച്ച് ഈസ് 7 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അപ്സ്ട്രീം സ്പീഡ് നമുക്ക് 7 എന്ന് കിട്ടി. ആ 7 ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടൈം കണ്ടുപിടിക്കാം. കാര്യം നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് 66.5 കിലോമീറ്റർ സഞ്ചരിക്കാൻ അപ്സ്ട്രീമിൽ സഞ്ചരിക്കാൻ എത്ര ടൈം എടുക്കുമെന്നാണ്. അപ്സ്ട്രീം സ്പീഡും കിട്ടി, അത് സഞ്ചരിക്കാനുള്ള ദൂരവും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടൈം കണ്ടുപിടിക്കാമല്ലോ. ടൈം ഈസ് ഈക്വൽ ടു 66.5 ഡിവൈഡ് ബൈ 7, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 9.5 hours എന്ന് കിട്ടും. ഓക്കെ, നാലാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. P started a business by investing of rupees 2,400 and after X months Q joined him with 33.33% more investment than that of P. If at the end of 1 year profit share of Q is rupees 164 out of total profit rupees 533, then find the value of X.
പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പം 2 പേര് പിയും ക്യൂവും. പി സ്റ്റാർട്ടഡ് എ ബിസിനസ്. ആ ബിസിനസ്സിലേക്ക് അദ്ദേഹം എത്രയാണ് 2400 ആണ് ഇൻവെസ്റ്റ് ചെയ്തത്. എക്സ് മന്തിന് ശേഷം ക്യൂവും കൂടി ജോയിൻ ചെയ്തു. ക്യൂ ജോയിൻ ചെയ്ത ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് 33.33% മോർ ദാൻ ദാറ്റ് ഓഫ് ക്യൂ നൽകിക്കൊണ്ടാണ്. അപ്പോൾ ഇവിടെ 2 പേരാണുള്ളത്, ഒന്ന് പിയും ഒന്ന് ക്യൂവും. പി ആദ്യം ഇൻവെസ്റ്റ് ചെയ്തത് എത്രയാണ്? ഓക്കെ, 2400 ആണ് ഇൻവെസ്റ്റ് ചെയ്തത്. അത് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം എക്സ് മന്തുകൾക്ക് ശേഷം ആരും കൂടെ വന്നു? ക്യൂ കൂടി വന്നു എന്നാണ് പറയുന്നത്. ക്യൂ വന്നത് 33.33% കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ്. 33.33 എന്ന് പറയുന്നത് നമുക്കറിയാം 1/3 ആണ്. അപ്പം പി ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാൾ 1/3 കൂടുതൽ. അപ്പം 2400 ആണ് ക്യൂ ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ 1/3 എന്ന് പറയുന്നത് എത്ര വരും? 800 വരും. അപ്പോൾ 800 കൂടുതലാണ് ക്യൂ ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ മൊത്തം എത്ര ഇൻവെസ്റ്റ് ചെയ്ത് കാണും? 3200 ഇൻവെസ്റ്റ് ചെയ്ത് കാണുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാം. 8ഉം 32ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 3ഉം 4ഉം വരും. ഇതാണ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ. ഓക്കെ, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ ഇനി ക്യൂ വന്നത് എപ്പോഴാണ്? എക്സ് മന്തുകൾക്ക് ശേഷമാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, പി എന്ന് പറയുന്നത് മൊത്തം ഇയറും ഇൻവെസ്റ്റ് ചെയ്തു അല്ലേ? അപ്പോൾ 12 മാസവും ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ ക്യൂ 12 മാസം ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. എക്സ് മന്ത് മിസ് ചെയ്തു അല്ലേ? എക്സ് മന്തുകൾക്ക് ശേഷമാണ്. അപ്പോൾ 12 മൈനസ് എക്സ് കൊടുക്കാം. ഓക്കെ, അപ്പം ഇതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഇതും കൂടെ ക്യാൻസൽ ചെയ്ത് ഇവിടെ 3 വരും. അപ്പോൾ 9:12 മൈനസ് എക്സ്. ഇതാണ് അവരുടെ എന്ത് റേഷ്യോ എന്ന് പറയുന്നത്? പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നത് ക്യൂവിന് 164 റുപ്പീസ് കിട്ടി. ഔട്ട് ഓഫ് ടോട്ടൽ 533 നിന്ന് കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പം ക്യൂവിൻ്റെ റേഷ്യോ, അതായത് 12 മൈനസ് എക്സ് ബൈ 9 എന്ന് പറയുന്നത് എന്താണ്? 164 ഡിവൈഡഡ് ബൈ, ഇവിടെ പിയുടെ റേഷ്യോ ആണ് എഴുതേണ്ടത്. പിയുടെ എത്രയാണ്? 150 എത്രയാണ്? 533 മൈനസ് 164 ആയിരിക്കുമല്ലോ. ഓക്കെ, ഇത് ടോട്ടലാണ്. 533 എന്ന് പറയുന്നത് ടോട്ടലാണ്. അതിൽ നിന്ന് 164 കുറയ്ക്കണം. അപ്പം 12 മൈനസ് എക്സ് ബൈ 9 ഈസ് ഈക്വൽ ടു 164 ഡിവൈഡഡ് ബൈ എത്രയാണ്? ഇത് മൈനസ് ചെയ്യുമ്പോൾ 369 എന്ന് കിട്ടുന്നു. ഓക്കെ, ഇത് നമുക്ക് ഈ 9ഉം ഇത് വെച്ച് ക്യാൻസൽ ചെയ്താൽ 41. ഈ 41 ഇതും കൂടെ 164ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ എത്ര കിട്ടും? 4 കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് 12 മൈനസ് 4 എന്ന് എഴുതാം. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 8. എക്സ് ആണ് ചോദിച്ചത്. എക്സിൻ്റെ വാല്യൂ 8 എന്ന് കിട്ടും. നമുക്ക് ഈ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ എഫിഷ്യൻസി ഓഫ് എ മാൻ ഈസ് 50% മോർ ദാൻ എ ചൈൽഡ് ആൻഡ് എഫിഷ്യൻസി ഓഫ് വുമൻ ഈസ് 20% മോർ ദാൻ എ ചൈൽഡ്. If 2 men, 5 women and 3 children can complete a work in 8 days, then find the number of days taken by 8 children to complete the same work. Okay. അപ്പോൾ ഇവിടെ men, women, children 3 പേരാണ് ഉള്ളത്. അപ്പോൾ അവരുടെ കാര്യമാണ് പറയുന്നത്. അപ്പം men, child, women. men is 50% മോർ ദാൻ ചൈൽഡ്. എഫിഷ്യൻസിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പം ചൈൽഡ് 100 ആണെങ്കിൽ മെൻ എത്രയായിരിക്കും? 150 ആയിരിക്കും. വിമൻ 20% മോർ ദാൻ ചൈൽഡ് ആണെന്ന് പറയുന്നു. അപ്പം എത്രയായിരിക്കും? 120 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ 15:10:12 എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്താ പറയുന്നത്? 2 men, 5 women and 3 children can complete a work in 8 days. ഓക്കെ, 8 ഡേയ്സ് കൊണ്ട് അവർക്ക് ഇത്രയും വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. 8 ഡേയ്സ് കൊണ്ട് ഇത്രയും പേർക്ക് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ടോട്ടൽ വർക്ക് നമുക്ക് കണ്ടുപിടിക്കാം. ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എത്ര മെന്നാണ്? 2 men പ്ലസ് 5 women പ്ലസ് 3 children. ഇവർ എല്ലാവരും കൂടാണ് വർക്ക് ചെയ്യുന്നത്. എത്ര ദിവസമാണ് വർക്ക് ചെയ്യുന്നത്? 8 ഡേയ്സ് ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 2 ഇൻറ്റു മെൻ എത്രയാണ്? എഫിഷ്യൻസി 15 പ്ലസ് 5 ഇൻറ്റു വിമൻ എത്രയാണ്? 12 പ്ലസ് 3 ഇൻറ്റു ചൈൽഡിൻ്റെ എഫിഷ്യൻസി
10 ഇൻറ്റു എത്ര വരും 8. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 15 എത്രയാണ് 30 പ്ലസ് 5 ഇൻറ്റു 12 60 പ്ലസ് 3 ഇൻറ്റു 10 എത്രയാണ് 30. ഓക്കെ, 30 ഇൻറ്റു എത്രയാണ് 8 ഇൻറ്റു 8, ദാറ്റ് ഈസ് ഇതെല്ലാം കൂടെ കൂട്ടുന്നത് 120 ഇൻറ്റു 8 എന്നാണ് കിട്ടുന്നത്. 120 ഇൻറ്റു 8 ആണ് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ഇനി ഈ ടോട്ടൽ വർക്ക് ചെയ്യാൻ 8 ചിൽഡ്രൻ എത്ര ഡേയ്സ് എടുക്കുമെന്നാണ്, എത്ര ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് ചോദ്യം. അപ്പോൾ ആ ടൈമാണ് നമുക്ക് അറിയേണ്ടത്. ടൈം ഈസ് ഈക്വൾ ടു ഇവിടെ ടോട്ടൽ വർക്ക് നമുക്കുണ്ട് 120 ഇൻറ്റു 8, ഇതാണ് ടോട്ടൽ വർക്ക്. ആ ടോട്ടൽ വർക്ക് ചെയ്യാൻ 8 ചിൽഡ്രൻ, 8 ഇൻറ്റു ചിൽഡ്രൻ്റെ ഒരാളുടെ എഫിഷ്യൻസി 10, അപ്പോൾ 0 0 ക്യാൻസൽ, 8 ക്യാൻസൽ, ഈസ് ഈക്വൾ ടു എത്രയാണ് 12 ഡേയ്സ് ആണ് എടുക്കുന്നത്. 8 ചിൽഡ്രൻ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു, 12 ദിവസം കൊണ്ട് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവരെല്ലാം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക, അതേപോലെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.